ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീക്കെൻഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നു വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാതെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ അതൊരു കുൽസിത കാർഡ് ഇനി ഇവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷെ ഈ കുൽസിത കാർഡ് ഓക്കെ, ഒരുപാട് കുൽസിതങ്ങൾ പറഞ്ഞ് ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഒരു ബിഗ് ബോസ് ഷോ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്കും അതൊരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും അല്ലെ. അങ്ങനെ ഒരു ഷോ വളരെ മോശമാണല്ലോ അതിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ മോശം സന്ദേശമാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. കണ്ടിൽ മത്സരാർത്ഥികളായിട്ട് വരുന്നവർക്കൊന്നും ഒരു തരത്തിലുള്ള ഗുണവും ഇല്ല, സ്വഭാവം നല്ലതല്ല, അങ്ങനെയൊക്കെ ഒരു തോട്ട് നമുക്ക് വരും. അപ്പോൾ ഒരുപാട് കുൽസിതം വന്നാലും ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കാതെ വിട്ടു എന്ന് പറയുന്നതിലും എനിക്ക് യോജിപ്പ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ആര്യൻ രനാ ഫാത്തിമ ഒരു ബെഡിൽ കിടക്കുമ്പോൾ രനാ ഫാത്തിമയുടെ മേത്തേക്ക് വീഴുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടാണ്. അത് രനാ ഫാത്തിമ തന്നെ വലിയൊരു ഇഷ്യൂ ആയിട്ട് അതിനകത്ത് കരയുകയും മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. ഇത് ഒന്നും ചോദിക്കാതെ വിടുക എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ എന്താന്ന് രണ്ടുപേരെ നിർത്തി ചോദിച്ച് അതിനെ ഒരു സോൾവ് ചെയ്യുക ഈ പ്രോബ്ലം, എന്നാലേ ഇതിനൊരു അവസാനം വരുന്നുള്ളൂ. ഇതിപ്പോ ബിഗ് ബോസ് ഇങ്ങനൊരു കാര്യം ക്യാമറയിലെ എല്ലാ പ്രേക്ഷകരെ അടുത്തേക്ക് കാണിച്ചു തരികയും അതിനുശേഷം ഇത് എവിടെയും ചോദിക്കാതെ പോവുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി. പറയുമ്പോൾ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ തന്നെയാണ്. സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിന ഫാത്തിമ എന്ന് പറയുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻസിനെ അവർ സമ്മതമില്ലാതെ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് അവരുടെ മേത്തോട്ട് വീഴുക, അവർ തന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞോട് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഇതിനെ കുറിച്ചിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസ് വളരെ വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കാണേണ്ട ഒരു സംഭവമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തുള്ള ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട്, ഇവരെയൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞിട്ട് പറയാണ് അത് അങ്ങനെ കുൽസിതം ഇതിനകത്ത് പറ്റില്ല, ഇതിനകത്ത് ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അതിനകത്ത് കളിക്കാൻ ബിഗ് ബോസ് എന്ന ഷോയുടെ ഇഷ്ടം കൊണ്ട് കളിക്കാൻ വരുന്നതാണ്. അപ്പൊ അവർക്ക് ഒരു പ്രൊട്ടക്ഷനും അതിനകത്ത് ബിഗ് ബോസ് കൊടുക്കണ്ടേ. ഇപ്പൊ ആര്യനെ പോലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അറിയില്ല. ഇപ്പൊ അവന് പെരുമാറാൻ പറ്റുന്നത് ജിസേൽ പോലെയുള്ള ഒരുപാട് പ്രോഗ്രസീവ് തോട്ടുള്ള ലേഡീസിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അവൻ കുറച്ച് വീടുകളൊക്കെ ഒതുങ്ങിക്കൂടി നമ്മുടെ കേരള തനിമ ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ഒക്കെ അതിനകത്ത് വന്ന് കളിക്കാൻ വരുമ്പോൾ അവരുടെ അടുത്ത് എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ജിസേലിന്റെ അടുത്ത് എടുക്കുന്ന അതേ അപ്രോച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇവരെല്ലാവരും അവരുടെ സ്വഭാവത്തിലോട്ട് മാറും. അതായത് ജിസേലിന്റെയും ആര്യന്റെയും സ്വഭാവം എന്താണോ, അവരെത്രത്തോളം പ്രോഗ്രസീവ് ആണോ അത്രയും പ്രോഗ്രസീവിലോട്ട് ഇവര് വരണം എന്നാണ് ഈ ആര്യന്റെ ഒക്കെ ഒരു ചിന്താഗതി. ഒനീലൊക്കെ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിസേലിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒനീല്. പക്ഷെ അനുമോളെ പോലെയോ അതുപോലെ തന്നെ ശൈത്യയെ പോലെയുള്ള പെൺകുട്ടികൾക്കൊക്കെ അവരുടെ ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്ക് അത് അത്രേ താല്പര്യമുള്ളൂ. അതിനപ്പുറം പോകാനായിട്ടുള്ള ഒരു മോഡേൺ അല്ല ഡ്രസ് ഇടാനോ അല്ലെങ്കിൽ ഒരു അത്രയും പ്രോഗ്രസീവ് ആയിട്ട് ഒരു ആണത്തിന് കൂടെ ഒരു ബെഡില് പുതപ്പ് മൂടി പുതച്ച് കെടുക്കുന്നതിനോ ഒന്നും അനുമോൾക്ക് താല്പര്യമില്ല. അതുപോലെ അവർക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ ശൈത്യം കിടന്ന പോലെ കിടക്കാം അല്ലാതെ ഒറ്റയ്ക്ക് ഒരുത്തന്റെ കൂടെ കിടക്കയിലൊക്കെ അങ്ങനെ ഉറങ്ങിക്കെടുക്കാനും താല്പര്യമില്ലാത്ത ലേഡീസാണ് അവര്. അപ്പോ ഈ ആര്യൻ എന്ന് പറയുന്നത് എന്റെ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്താണ് ഈ ആര്യനെ നിയന്ത്രിക്കാതെ ഇത്രയും എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല. എവിടെയെങ്കിലും ആര്യന്റെ ഒരു സ്വഭാവത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു നിയന്ത്രണം ബിഗ് ബോസ് കൊണ്ടുവന്നില്ലെങ്കിൽ ആര്യൻ ഇനിയിപ്പോ ഈ എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ മുന്നിൽ വളരെ സൗമ്യനായി നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എടുക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുന്ന രീതി, പോടി മറ്റോടെ മറിച്ചോടെ ഈ വക വർത്താനമൊക്കെ നിർത്തിയിട്ട് അതിന് സഭ്യമായ ഒരു വർത്താനം സഭ്യതയോടുകൂടി മറ്റുള്ള ലേഡി കണ്ടസ്റ്റിനോട് പെരുമാറാൻ പഠിക്കണം എന്നുള്ളത് ആര്യന് ഉപദേശം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ ജിസേലിനും ഈ കിച്ചണിൽ പോയിട്ട് കട്ടെടുത്ത് തിന്നുന്ന കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ജിസേലിന് കൊടുക്കുന്നില്ല. ഒരു വഴക്കും കേൾക്കാറില്ല. അതായത് കട്ടെടുത്ത് തിന്നുന്നത് ഒരു ഇഷ്യൂവേ അല്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറയുന്നത്. അവരുടെ റേഷൻ കട്ട് ചെയ്യും, അവർ കട്ടെടുത്ത ഇത് ബിഗ് ബോസിന്റെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് പോകുന്ന അനീഷിനെ പോലുള്ള വ്യക്തികളാണ് ഇതിന് ഇരയായപ്പെടുന്നത്. കാരണം അദ്ദേഹം ഒന്നും കട്ട് തിന്നുന്നില്ല, അപ്പൊ അദ്ദേഹത്തിന് ഒന്നും കിട്ടുന്നില്ല. ഇവർ കൊടുക്കുന്നത് എന്താണ് അത് തിന്നു പോകുന്നു. മറ്റുള്ളവര് ആപ്പിൾ കട്ട് തിന്നുന്നു, ചായ കുടിക്കുന്നു, മറ്റു കേക്ക് ഉണ്ടെങ്കിൽ അത് കട്ട് തിന്നുന്നു. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ അതിനകത്ത് ചെയ്യുന്നു. അനീഷ് ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം ബിഗ് ബോസ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അത് പിടിച്ചു കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അനീഷൊക്കെ വരുന്നത്. പക്ഷെ അതല്ലാതെ എല്ലാ റൂൾസും കളഞ്ഞ് അതിനകത്ത് വിലസുന്ന ആര്യൻ, ജിസേല്,
അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആര്യനും ജിസേലിനും കുറേ കാര്യത്തിൽ ഉപദേശിച്ച് നന്നാക്കേണ്ട ഒരു ഷോ ഒന്നും അല്ല, എങ്കിലും ചില നിയന്ത്രണങ്ങൾ വരുത്തണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ആര്യന്റെ ഇപ്പൊ ഈ ഒരു റെനാ ഫാത്തിമയുടെ അടുത്തുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ചർച്ച ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ആര്യന് എന്താ പറയാന്നറിയോ, ഒന്നും ചർച്ച ചെയ്യാതെ ലാലേട്ട് ഇതിനെ കുറിച്ച് ഒന്നും തന്നെ ആര്യനോട് ചോദിക്കാതെ പോകുമ്പോൾ ആര്യം വിചാരിക്കുന്നത് ഇതൊന്നും തെറ്റല്ല. ആര്യ ബിഗ് ബോസ് ചോദിച്ചില്ല, ലാലേട്ടൻ ചോദിച്ചില്ല, അപ്പൊ ഇതൊന്നും തെറ്റില്ല, ഞാൻ എന്റെ പ്രവർത്തികളെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്, എനിക്ക് സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലാണ് ആരും മുന്നോട്ട് പോയിക്കൊണ്ട്. അപ്പൊ അത് ഫെല്ലോ കണ്ടസ്റ്റൻസ് ഉള്ള ലേഡി കണ്ടസ്റ്റൻസിനായാലും ചില മെയിൽ കണ്ടസ്റ്റൻസിനായാലും അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, പ്രവർത്തികൾ ഇതെല്ലാം വിപരീതമായിട്ടാണ് ഫലിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ബിഗ് ബോസ്. പല കാര്യങ്ങൾക്ക് ഇവന് സ്ക്രീൻ സ്പേസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. ജിസേലിനും ആര്യനും അക്ബറിനും എല്ലാം സ്ക്രീൻ സ്പേസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അത്ര സ്ക്രീൻ സ്പേസ് അനുമോൾക്കോ അല്ലെങ്കിൽ ആദിലയ്ക്ക് ഇപ്പോൾ ഒരെണ്ണം കൊടുത്തു, പക്ഷെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ആദ്യം കൊടുത്തിരുന്നില്ല. അനുമോൾക്കുള്ള സ്ക്രീൻ സ്പേസ് വളരെയധികം കുറച്ചുകൊണ്ടിട്ടാണ്, ബിന്നിക്കുള്ള സ്ക്രീൻ സ്പേസ് കുറച്ചുകൊണ്ടിട്ടാണ്, അനീഷിന്, ഷാനവാസിന് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കുറച്ചിട്ടും അവര് അങ്ങോട്ട് കയറി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവര് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടന്റ് ഇടാതെ അവര് ഒരു മുക്കിലും മൂലം പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരെ കാണിക്കത്തേ ഇല്ല. കാരണം ആരിനെയും ജിസേലിനും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് അവർ സാധിക്കും. കഴിഞ്ഞ സീസണിൽ ഗബ്രി അതുപോലെ തന്നെ ജാസ്മിനും ആ ഒരു സീസണിൽ മുഴുവൻ അവരെല്ലാം ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണിച്ചിരുന്നത്. പറയുന്ന കാര്യങ്ങളൊന്നും സമൂഹത്തിനൊന്നും യാതൊരു ഗുണമില്ലാത്ത കാര്യങ്ങളായിരുന്നു അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെയും ജിസേലിനും പലപ്പോഴും ഫ്രീഡം അധികമായി കൊടുത്തുകൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ലാലേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ജിസേലിന് എല്ലാ വീക്കെൻഡിൽ വരുമ്പോൾ അവരുടെ ഒരു പാട്ട് പാടിപ്പിക്കുന്നു, അവരുടെ സംസാരത്തിന് കൊഞ്ചുള്ള സംസാരം, ലാലേട്ടനുമായിട്ടുള്ള അവരുടെ ഒരു ഇന്ററാക്ഷൻ, ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷക പ്രീതി കൂട്ടിക്കൊടുക്കുന്ന പോലെ, മനഃപൂർവ്വം കൂട്ടിക്കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്ന പോലെ തോന്നി. അനുമോളെ അനാവശ്യമായിട്ട് വഴക്ക് പറയുന്നു, ഒതുക്കിയിരുത്തുന്നു. ഒരു ക്യൂസ് നടത്തിയപ്പോൾ തന്നെ അനുമോള് ആദ്യം ഒന്ന് ചാടിക്കയറി പറയും. അത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കറിയാവുന്നൊരു ഉത്തരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി കയറി പറയും. അത് അത്ര വലിയൊരു തെറ്റൊന്നുമില്ല. പക്ഷെ ലാലേട്ട് അത് വലിയൊരു തെറ്റായിട്ട് കണക്കൊക്കെ അനുമോളോട് പിന്നെ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. മറ്റുള്ള കണ്ടസ്റ്റന്റ് മാറി ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ ഒരാൾക്ക് കിട്ടാതെ വന്നപ്പോഴാണ് അനുമോള് കൈപ്പൊക്കിയപ്പോൾ അനുമോള് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു പാർഷ്യാലിറ്റി ഇപ്പൊ അനുമോളുടെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ, അത് ലാലേട്ടന് മനഃപൂർവ്വം ലാലേട്ടനെ മാപ്പ് പറയാതെ അവർ പറഞ്ഞ ആ സ്റ്റാൻഡ് ഉറച്ചു നിന്നുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നാൽ അനുമോളെ ഭയങ്കരമായിട്ട് അതിനകത്ത് നെഗ്ലക്ട് ചെയ്യുന്ന പോലെ ഇപ്പൊ കുറച്ച് 2 എപ്പിസോഡുകളായിട്ട്, അതായത് 2 വീക്കെൻഡ് എപ്പിസോഡുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എന്തായാലും ആര്യനും ജിസേലിനും ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇനിയും നമുക്ക് മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര്യന്റെ ഭാഗത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവൻ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുന്നില്ല, ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പൊ അവൻ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ വിചാരിക്കുന്നത് അവൻ ചെയ്യുന്ന എല്ലാം ശരിയാണ്, പബ്ലിക് അത് അവനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പുറമേയൊക്കെ അവന് ഭയങ്കര ഫാൻസ് ഫോളോയിങ് ഉണ്ട്, അവൻ ഭയങ്കര ഹീറോ ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവന്റെ ഓരോ ദിവസവും അവന്റെ ഉള്ള വെറുപ്പും അവനോട് ദേഷ്യം പ്രേക്ഷകരുടെ കൂടി വരികയാണ് ചെയ്യുന്നത്. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അവനോട് ചെയ്യുന്നത് തെറ്റാണ് ശരിക്കും ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഉപദേശം കൊടുക്കാം, അതുപോലെ ജിസേലിനും കൊടുക്കാം. ഈ 2 പേർക്കും കൊടുക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഒന്നില്ലെങ്കിൽ അവർ ടോപ്പ് 5 ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൊണ്ടാണ് ആര്യം, അതുപോലെ അനുമോളെ ടോപ്പ് 5 ബിഗ് ബോസ് എത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷക പിന്തുണ ഉള്ളത് കൊണ്ടും വോട്ടുള്ളത് കൊണ്ടും മാത്രമാണ് ഇപ്പോൾ അനുമോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും